ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുകയാണ്. നിരന്തരമായി വരുന്ന ആളുകൾ ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവർ. കേരളത്തിൽ നിന്ന് 800 പേർ, തമിഴ്നാട്ടിൽ നിന്ന് 500 പേർ, കർണാടകത്തിൽ നിന്ന് 250 പേർ, ആന്ധ്ര തെലങ്കാന 750 പേർ, 750. അതായത് വരുന്ന നമുക്ക് ഈ വെർച്വൽ ക്യൂവിൽ വരുന്ന ഒരു ഇതനുസരിച്ചാണ് നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു രീതിയിലാണ്. ആന്ധ്ര തെലങ്കാന 750 പേർ, മറ്റു സംസ്ഥാനങ്ങളിൽ 200 പേർ, വിദേശത്തു നിന്നുള്ളവർ 500 പേർ എന്നുള്ള മട്ടിലാണ് ഞങ്ങൾ 3000 പേർ. അപ്പൊ ഇപ്പൊ നമ്മൾ വിദേശത്തു നിന്നുള്ള ആളുകൾക്കാണ് ഈ ലോഗിൻ നമ്മളിപ്പോ ഇൻവൈറ്റ് ചെയ്ത് തുറന്നു കൊടുത്തിരിക്കുന്നത്. നാളെ മുതൽ നമ്മൾ മറ്റ് ഇന്ത്യയിൽ നിന്നുള്ള വിഷയാധിഷ്ഠിതമാണ്, സംശയമില്ല. അതായത് ആദ്യത്തെ സെക്ഷൻ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനാണ് അല്ലെ, അങ്ങനല്ലേ? ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ നമുക്ക് വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെയില്ല, നമ്മൾ അവരുടെ ഒരു ആശയപരമായ അവരുടെ അഭിപ്രായം സ്വരൂപിക്കും, അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കും, പിന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. സ്വാഭാവികമായും കേരളത്തിന് പുറത്തുനിന്നുള്ളവരും വിദേശത്തു നിന്നുള്ളവരും ഉണ്ടല്ലോ, അവർക്കും ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതാണല്ലോ മലേഷ്യയിലും സിംഗപ്പൂരിലും വെച്ച് നമ്മളോട് പറഞ്ഞത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിഗണിക്കും. കാരണം ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഇത് മൊത്തമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല, അതിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ആഗോള കമ്മ്യൂണിറ്റിയുടെ, അയ്യപ്പ ഡിവോട്ടി കമ്മ്യൂണിറ്റിയുടെ അടുത്തുനിന്നുള്ളൊരു നോക്കാം. നമ്മള് അതൊക്കെ സെക്കൻഡറിയാണ്. ഇതിലുള്ള വിഷയം ആദ്യമായി ഇവരുടെ അഭിപ്രായം കേൾക്കുക, അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്. 2, ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഗവൺമെന്റ് പാസ്സാക്കിയല്ലോ. 4 മാസങ്ങൾക്ക് മുമ്പ് ഹൈപ്പവർ കമ്മിറ്റി ആണല്ലോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത്. അവർ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അത് 4 മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് പാസ്സാക്കി. അപ്പൊ അത് അവരെ മുന്നിൽ അവതരിപ്പിക്കണം. ചിലപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നൂതനമായ ചില സാങ്കേതിക നിർമ്മിതിയുടെ കാലത്തിലാണല്ലോ നമ്മൾ പോകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഈ പരിപാടിയുടെ മുഖ്യ രക്ഷാധികാരി. അതോടൊപ്പം സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ദേവസ്വം മന്ത്രി എന്നിവർ ഉപരക്ഷാധികാരികളുമാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വെർച്വൽ ക്യൂ വഴിയായിരിക്കും അന്ന് പരിപാടിക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്നുകൂടി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്. വാർത്താസമ്മേളനം തുടരുകയാണ്.